ഇന്ന് നമുക്ക് ഇടയ്ക്കൊക്കെ നാട്ടിൽ പോയി നമ്മുടെ സ്വന്തം പറമ്പിലൂടെയൊക്കെ ഒന്ന് കറങ്ങി നടന്ന് പുളിയും മാങ്ങയൊക്കെ പൊട്ടിച്ച് കഴിച്ചും പിന്നെ അതുപോലെ തന്നെ കുറച്ചധികം നല്ല അഡ്വഞ്ചറസ് ഗെയിംസും ഒക്കെ ഉള്ള ഒരു സ്ഥലത്ത് പോയിട്ട് വരാം. നമ്മളൊരു ചെറിയ ഫാമിലി മാത്രമായിട്ടൊന്നും പോകാതെ ഒരുപാട് ആൾക്കാരൊക്കെ ഉള്ള ഒരു ഗ്രൂപ്പായിട്ടൊക്കെ പോകുമ്പോൾ മാത്രമാണ് നമുക്ക് ഇവിടെയൊക്കെ പോയി നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. കാരണം ഇത് കൂടുതലും നല്ല അഡ്വഞ്ചറസ് ഗെയിംസ് ഒക്കെ ഉള്ള സ്ഥലമാണ്. അതുകൊണ്ട് ഞങ്ങൾ നമ്മുടെ ഗുരുദേവഗിരി ഫാമിലി മെമ്പേഴ്സിൻ്റെ കൂടെയാണ് വന്നിരിക്കുന്നത്. ഒരുപാട് ദൂരെയൊന്നുമുള്ള സ്ഥലത്തല്ല നമ്മളിന്ന് പോകുന്നത്. ഇവിടുന്ന് 1 മണിക്കൂറൊക്കെ പോകാവുന്നത്ര ദൂരേ ഉള്ളൂ. ഗുരുദേവഗിരിയിൽ എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ പരിപാടികളായിട്ട് എല്ലാവരും തിരക്കിലായിരിക്കും. പിന്നെ ജോലിക്ക് പോകുന്നവരും ചെറുതും വലുതുമായിട്ടുള്ള ബിസിനസ് ചെയ്യുന്നവരും ഒക്കെയാണ് എല്ലാവരും. ഇത്രയധികം തിരക്കുകൾക്കിടയിലാണെങ്കിലും ഇങ്ങനെയുള്ള ഗെറ്റ് ടുഗദറുകളൊക്കെ ഗുരുദേവഗിരിയിലും നടത്താറുണ്ട്. പിന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പുറത്ത് പോകാറുമുണ്ട്. ഗുരുദേവഗിരി ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും നമ്മളിങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് ഒക്കെ പോകുമ്പം സ്വന്തം വണ്ടിയിലോ അങ്ങനെയൊന്നും വരാതെ നമ്മൾ ഒരുമിച്ച്, ഇപ്പം 2 ബസ് ഉണ്ടായിരുന്നു, അങ്ങനെ ബസ്സിൽ നമ്മൾ ഒന്നിച്ചൊക്കെ അവിടെ വരെ യാത്ര ചെയ്ത് പോകുമ്പം അതാണ് നമുക്ക് കൂടുതലും എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. ഗുരുദേവഗിരി മിക്കവാറും എല്ലാ ദിവസങ്ങളിലും കണ്ടുമുട്ടുന്നവരാണെങ്കിലും ഇങ്ങനെ ഒരുമിച്ച് കുറച്ച് ദൂരം യാത്ര ചെയ്ത് കഴിയുമ്പം അന്നേരവും പറഞ്ഞ തീരാത്തത്ര വിശേഷങ്ങളാണ് എല്ലാവർക്കും പറയാനുള്ളത്. നമ്മുടെ ഇവിടുത്തെ ആസ്ഥാന ഗായകരാണ് ഇവരൊക്കെ. നല്ല അടിപൊളി പാട്ടുകാരാണ്. അതുകൊണ്ട് അവിടം വരെ നല്ല ഗാനമേളയൊക്കെ കേട്ടാണ് നമ്മൾ യാത്ര ചെയ്തത്. പണ്ട് തൊട്ടേ ഇങ്ങനെ ഗ്രൂപ്പായിട്ട് നമ്മൾ പിക്നിക്കിനും ഒക്കെ പോകുമ്പം ബസ്സിൻ്റെ പുറകിലത്തെ സീറ്റ് എന്ന് പറയുന്നത് ഭയങ്കര അടിച്ചു പൊളിക്കാർക്കുള്ളതാണല്ലോ. ഇപ്പോൾ പിന്നെ ഇപ്പോഴത്തെ കാലത്ത് റീൽസുകാരാണല്ലോ ആ സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ ഇരിക്കുന്നത് ഒരു റീൽസ് ഫാമിലിയാണ്. അങ്ങനെ നമ്മുടെ 1 മണിക്കൂറത്തെ ഗാനമേളയുടെ അകമ്പടിയോടുള്ള യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ഇന്നത്തെ പിക്നിക് സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ മുംബൈ ഗോവ ഹൈവേയിൽ സ്ഥിതി ചെയ്യുന്ന നല്ല മനോഹരമായ കർണാല ബേർഡ് സാങ്ച്വറിയുടെ അടുത്തുള്ള പ്രണവ് ഫാംസ് ആൻഡ് അഡ്വഞ്ചർ പാർക്കിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഇത് മുംബൈ ന്യൂ പനവേലിലെ മഹാത്മാ സ്പോർട്സ് ക്ലബ്ബ്, മഹാത്മാ എഡ്യൂക്കേഷൻ സൊസൈറ്റി, അവരുടെ കീഴിൽ ഒരുപാട് പിള്ളേഴ്സ് ഗ്രൂപ്പ്, സ്കൂള്, കോളേജുകളൊക്കെ ഉള്ളതാണ്.
അവരവരുടെ കുട്ടികൾക്കായിട്ട് ഇങ്ങനെ വലിയ അഡ്വഞ്ചർ ക്യാമ്പുകളും ട്രെയിനിങ്, അവരുടെ സ്റ്റാഫുകൾക്ക് ട്രെയിനിങ്, അങ്ങനത്തെ ഈവൻസ് ഒക്കെ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയിരിക്കുന്ന സംരംഭമാണ്. കൂടുതലും അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, ഗെയിംസ് ഒക്കെ ആയതുകൊണ്ട് ഇനി എല്ലാവരും ഏതൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യണം, അഡ്വഞ്ചറസ് ചെയ്യണോ സാധാരണ ആക്ടിവിറ്റി ചെയ്യണോ എന്നൊക്കെയുള്ള ചർച്ചകളിലാണ്. അതിനിടയ്ക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഒരു വീക്കെൻഡിൽ 1-2 ഫാമിലി ഫ്രണ്ട്സൊക്കെ ചേർന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിതൊട്ടും എൻജോയ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം ഇതൊരുപാട് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ളത്, കാരണം സ്കൂൾ കുട്ടികളുടെ ക്യാമ്പൊക്കെ നടക്കുന്ന സ്ഥലമായതുകൊണ്ട് അങ്ങനെയുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് നമ്മൾ ഒരുപാടൊരു ഗ്രൂപ്പ് ആൾക്കാർ വന്നെങ്കിൽ മാത്രമേ അത് അത്രമാത്രം നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമ്മളിപ്പോൾ ഇത്രയും ഗ്രൂപ്പായിട്ട് ആൾക്കാർ ഇവിടെ വന്നാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു ഗെറ്റ് ടുഗദർ എൻ്റർടൈൻമെൻറ്റിനൊക്കെ വന്നതായതുകൊണ്ട് രാവിലെ വന്ന് വൈകിട്ട് പോകുന്ന ആ ഒരു പ്ലാനിങ് ആയതുകൊണ്ട് നമുക്ക് എല്ലാ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാനായിട്ട് സമയമൊന്നും കിട്ടില്ല. ക്യാമ്പ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ ഓരോ വെക്കേഷൻ ടൈമിലൊക്കെ 2-3 ദിവസങ്ങളൊക്കെ ഉള്ള ഒരു ക്യാമ്പ്, അങ്ങനെയൊക്കെ ആകുമ്പോൾ മാത്രമേ നമുക്ക് ഈ ആക്ടിവിറ്റീസ് ഒക്കെ എല്ലാം ചെയ്യാനായിട്ട് സമയമൊക്കെ കിട്ടുള്ളൂ. ഈ 3 ഡയമെൻഷൻ ബോളിലൂടെ എങ്ങനെ കയറണമെന്നും പിന്നെ റോപ്പ് വേയിലൂടെ പോയി അവിടെ എങ്ങനെ ലാൻഡ് ചെയ്യണം എന്നൊക്കെ അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് ഈ പുള്ളിക്കാരൻ ഇത്ര നല്ല കാര്യമായിട്ട് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നുകൊണ്ടിരിക്കുന്നത്. കുട്ടികളൊക്കെ 3 ഡയമെൻഷൻ ബോളിലൂടെ തന്നെ മുകളിൽ ചെന്നിട്ട് പിന്നെ റോപ്പ് വേയിലൂടെ ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. മുതിർന്നവർ പിന്നെ 3 ഡയമെൻഷൻ ബോളിലൂടെ ഒന്നും കയറിയില്ല, അല്ലാതെ തന്നെ സ്റ്റെപ്പ് വഴി മുകളിൽ വരെ ചെന്നിട്ട് പിന്നെ അവിടുന്ന് റോപ്പ് വേയിലൂടെ അവരും ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരുപാടൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിലും നമ്മൾ വരുമ്പോൾ പിന്നെ നമ്മൾ ഇന്ന് വന്ന കൂട്ടത്തിലുള്ള കുറച്ച് ആൾക്കാരും പിന്നെ ഇന്ന് വരാതിരുന്ന കുറച്ച് ആൾക്കാരും ഒക്കെ ചേർന്ന് ഞങ്ങൾ ഡിസംബറിലൊരു വട്ടം വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഗ്രൂപ്പിലുള്ളവരൊക്കെ മിക്കവാറും ചെയ്യുന്നത് വാട്ടർ റാഫ്റ്റിങ്, ബാലൻസിങ് കാർഗോ, നെറ്റ് ലാഡർ, 3 ഡയമെൻഷൻ ക്ലൈംബിംഗ് വോള്, ഫ്ലൈ ഫാസ്റ്റ്, റോപ്പ് വേ, അതൊക്കെയാണ് ഗ്രൂപ്പിൽ ഒരുപാട് ആൾക്കാർ എൻജോയ് ചെയ്ത് ചെയ്യുന്നത്. ഒന്നിച്ചൊരു വലിയ ഗ്രൂപ്പായിട്ടൊക്കെ പോകുമ്പം എല്ലാവരും ആവേശത്തിൽ ഒരാൾ കയറി കഴിയുമ്പോൾ പിന്നെ എല്ലാവർക്കും ആവേശം കൂടി ട്രൈ ചെയ്ത് നോക്കുമല്ലോ. എല്ലാ ലേഡീസിനെയും കൂടെ പ്രതിനിധീകരിച്ച് ഒരാളെങ്കിലും റോപ്പ് വേയിലൂടെ ധൈര്യപൂർവ്വം പോയി കാണിച്ചിട്ടുണ്ട്. പിന്നെ ആവേശത്തോടെ കണ്ടു നിൽക്കാനും പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ താഴെ ഒരുപാട് ഓഡിയൻസ് ഉണ്ടായിരുന്നത് കൊണ്ട് റോപ്പ് വേയിലൂടെ പോയവരൊക്കെ എല്ലാവരും നല്ല ഹാപ്പിയായി. ഈ നിറച്ചും മരങ്ങളൊക്കെ നിറഞ്ഞ ഈ സ്ഥലത്തൂടെ ഇങ്ങനെ നടക്കുമ്പോൾ നമ്മളിങ്ങനെ നാട്ടിൽ പോയി നമ്മുടെ സ്വന്തം പറമ്പിലൂടെയൊക്കെ നടക്കുന്ന പോലെ ആണ് നമുക്ക് തോന്നുന്നത്. കഴിഞ്ഞ തവണ വന്നപ്പം ഈ പുളിമരത്തിലൊക്കെ നിറച്ചും പുളി കായ്ച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ കുറച്ച് പുളിയൊക്കെ പൊട്ടിച്ച് കഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം പുളിയുടെ ഒന്നും സീസൺ അല്ലെന്ന് തോന്നുന്നു. ഇതിനോട് ചേർന്നുള്ള സ്ഥലത്താണ് നമ്മുടെ എല്ലാവർക്കും ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട വാട്ടർ റാഫ്റ്റിങ്ങിൻ്റെ ഫെസിലിറ്റി ഉള്ളത് ഇവിടെ ആയിരുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയൊരു, കാരണം അധികം റിസ്ക് ഒന്നും
ഇല്ലല്ലോ, എന്നാലും നമ്മൾ കാലുകൊണ്ട് നന്നായിട്ട് ചവിട്ടിയെങ്കിലേ, സൈക്കിൾ ചവിട്ടുന്ന പോലെ നമ്മൾ ചവിട്ടിയെങ്കിലേ അത് മുന്നോട്ട് പോവുള്ളൂ. വാട്ടർ റാഫ്റ്റിംഗ് അധികം റിസ്ക് ഒന്നും ഇല്ലാത്തത് കൊണ്ട് വാട്ടർ റാഫ്റ്റിങ്ങിന് പോകാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് പൂന്തോട്ടത്തിൽ കുറച്ച് സുന്ദരികളൊക്കെ ഇരിക്കുന്നത് കണ്ടത്. ആദ്യത്തെ വീഡിയോകളിലൊന്നും നമ്മൾ ലേഡീസ് ഡേ ഔട്ട് എന്ന് പറഞ്ഞൊരു നല്ല ഗാർഡനിൽ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ആ വീഡിയോ ഒക്കെ തുടങ്ങിയ സമയത്തായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ പോയിട്ട് റീൽസ് ഒക്കെ എടുത്ത്, അത് പിന്നെ വേറെ ഏതോ ഒരു വീഡിയോയിലാണ് ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നത്, അന്നിട്ടിട്ടില്ലായിരുന്നു. അതിനെപ്പറ്റിയാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. വാട്ടർ റാഫ്റ്റിങ്ങിന് നമുക്കിങ്ങനെ കുറച്ച് സൈക്കിൾ ചവിട്ടുന്നവരൊക്കെ ചവിട്ടി പോകണമെങ്കിലും വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷേ ഈ വന്നതിൽ ഇറങ്ങാനും കയറാനും ഒക്കെ ആയിരുന്നു കുറച്ച് ബുദ്ധിമുട്ടിയത്. മഴക്കാലമൊക്കെ അങ്ങോട്ട് കഴിഞ്ഞ് മഞ്ഞുകാലം തുടങ്ങുന്നതിന് മുമ്പായിരുന്നെങ്കിലും അതിഭയങ്കരമായ ചൂടായിരുന്നു. അതുകൊണ്ടാണ് ഈ തൊപ്പിയൊക്കെ വെച്ചുകൊണ്ട് തന്നെ നടക്കുന്നത്. വാട്ടർ റാഫ്റ്റിങ്ങിന്റെ ഈ കുളത്തിന്റെ സൈഡ് നിറച്ചും നല്ല മരങ്ങളായതുകൊണ്ടാണ് എപ്പോഴും ഈ കുളത്തിലേക്ക് ഇലയൊക്കെ വീണുകൊണ്ടിരിക്കുന്നത്. നമുക്ക് മലയാളികൾക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് നാട്ടിൽ പോയി വരുന്ന ഒരു ഫീലിങ്സ് ഒക്കെ കിട്ടാനും ഒരു ചെറിയ ഗെറ്റ് ടുഗദർ പോലെയൊക്കെ വന്ന് ഇങ്ങനെ ഇതിലെ കൂടെ കുറച്ച് നടന്നു കഴിയുമ്പോൾ തന്നെ നമുക്കൊരു വർഷത്തേക്കിനുള്ള നല്ല ഫ്രഷ് എയർ ഒക്കെ കിട്ടും. നമുക്ക് നല്ല ശുദ്ധവായു ഒക്കെ ശ്വസിച്ച് പോകാൻ പറ്റും. ഇവിടെ കൂടെ കുറച്ച് ദൂരം നമ്മളിങ്ങനെ നടന്നു കഴിയുമ്പോൾ ഓർക്കും പെട്ടെന്ന് നാട്ടിലെത്തിയ പോലൊരു ഫീലിങ്സ് ആണ്. പിന്നെ ഇതുപോലുള്ള ഗെറ്റ് ടുഗദറിന്റെ ഒക്കെ പ്രധാനപ്പെട്ട ഹോബിയാണല്ലോ ഫോട്ടോഷൂട്ട്. അതുകൊണ്ട് തന്നെ ഫോട്ടോഷൂട്ടിന് പറ്റിയ നല്ല നല്ല സ്ഥലങ്ങളും ഒരുപാട് ആക്ടിവിറ്റീസിന് പറ്റിയ സ്ഥലങ്ങളും അങ്ങനെ ഒരുപാട് ഏക്കർ കണക്കിന് വ്യാപിച്ചു കിടക്കുന്ന സ്ഥലമാണിത്. ആക്ടിവിറ്റീസിനേക്കാളും കൂടുതൽ നടന്നത് ഫോട്ടോഷൂട്ട് തന്നെ ആണെന്ന് തോന്നുന്നു. പിന്നെ അതിനോടൊപ്പം നിന്നത് ഉച്ച കഴിഞ്ഞുള്ള സ്വിമ്മിംഗ് പൂള് സെക്ഷൻ ആയിരുന്നെന്ന് തോന്നുന്നു. സ്വിമ്മിംഗ് പൂള് കഴിഞ്ഞിട്ട് ഒരുപാട് ആക്ടിവിറ്റീസ് ഗെയിംസ് ഒക്കെ പ്ലാൻ ചെയ്താണ് അവിടെ നിന്ന് വന്നത്. പക്ഷെ സ്വിമ്മിംഗ് പൂളിന്റെ സമയം കഴിഞ്ഞപ്പോൾ തന്നെ വീട്ടിൽ പോകേണ്ട സമയവും കഴിഞ്ഞു. എല്ലാവരും പല പല ഗ്രൂപ്പായിട്ട് തിരിഞ്ഞ് പലവിധ ആക്ടിവിറ്റീസിൽ എൻഗേജ്ഡ് ആയിരുന്നു. കുറച്ചു പേരൊക്കെ പുറത്ത് നല്ല ചൂടാണെങ്കിലും വോളിബോളും ഷട്ടിലും ഫുട്ബോളും ഒക്കെ കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ചു പേര് ഇൻഡോർ ഗെയിംസ്, ക്യാരംസും ടേബിൾ ടെന്നീസും. അങ്ങനെ ഫുൾ ഡേ വന്നെത്തിയപ്പോ തൊട്ട് തിരിച്ചു പോകുന്നിടം വരെ പലവിധ ആക്ടിവിറ്റീസ് ആയിരുന്നു എല്ലാവരും.
പലരും എപ്പോഴും പറയുന്നൊരു കംപ്ലൈൻ്റ് ആണ്, ഞാൻ എൻജോയ് ചെയ്യുന്നില്ല. എനിക്ക് എല്ലായിടത്തും ഇങ്ങനെ പോകാനും എല്ലാ സ്ഥലങ്ങളൊക്കെ കാണാനും എല്ലാവരും ആക്ടിവിറ്റീസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അവരങ്ങനെ എൻജോയ് ചെയ്യുന്നത് കാണാനും ഒക്കെയാണ് എനിക്കിഷ്ടം. ലേഡീസിന്റെ ആദ്യത്തെ റൗണ്ട് കസേരകളൊക്കെ നമുക്ക് നീളത്തിലൊന്നും ഇടാനായിട്ട് ഭയങ്കര വെയിലായിരുന്നു അവിടെ. അതുകൊണ്ട് ഈ നല്ലൊരു മാവിന്റെ തണലിൽ അതിന്റെ ചുറ്റിലും കസേര ഇട്ടത് കൊണ്ട് ഇങ്ങനെ വലിയൊരു റൗണ്ട് മുഴുവനും നടന്ന് ഓടി തീർക്കണമായിരുന്നു ആദ്യത്തെ 1-2 റൗണ്ടിൽ കസേര കളിക്കായി. പിന്നെ ലേഡീസിന്റെ കസേര കളിക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ചിയർ ഗേൾസിന്റെ ഡാൻസ് പെർഫോമൻസുകളും ഒക്കെ ഉണ്ടായിരുന്നു. മ്യൂസിക്കൽ ചെയർ വിത്ത് ഡാൻസ് ആയിരുന്നു, ബാക്ക്ഗ്രൗണ്ട് ഡാൻസ്. കസേരകളിയുടെ ഓരോ റൗണ്ടിലും പുറത്താകുന്നവരായിരുന്നു ഈ ഡാൻസേഴ്സിന്റെ കൂട്ടത്തിൽ പിന്നെ ജോയിൻ ചെയ്തുകൊണ്ടിരുന്നത്. മ്യൂസിക്കൽ ചെയറിന്റെ ഫൈനൽ റൗണ്ട് എപ്പോഴാണെങ്കിലും നല്ല ഫണ്ണി ആയിരിക്കുമല്ലോ. കാരണം കസേര വിട്ടുകൊടുക്കാൻ ആരും തയ്യാറാവത്തില്ല. പുരുഷന്മാരുടെ കസേര കളിക്ക് അവർ ചിയർ ചെയ്യാനായിട്ട് ആരുടെ ആവശ്യമൊന്നും അവർക്കില്ലായിരുന്നു. അവർ സ്വയം നല്ല ചിയർ ചെയ്തുണ്ടായിരുന്നു കളിച്ചോണ്ടിരുന്നത്. കസേരകളിൽ ഒരു കസേര കിട്ടി കഴിയുമ്പോഴത്തെ സന്തോഷം കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രധാനമന്ത്രി കസേരയൊക്കെ കിട്ടിയ പോലത്തെ സന്തോഷമാണ്. ഓൾറെഡി ഒരു ചേട്ടൻ്റെ കാല് റോപ്പയിൽ പോയിട്ട് വേദനിച്ചിട്ടിരിക്കുകയാണ്. പിന്നുള്ള ഒരാൾ ചേട്ട മസിൽ പെയിനൊക്കെ ആയിട്ട് കാലും വലിച്ചാണ് ഓടുന്നത്. അതിലും ആരും വിട്ടുകൊടുക്കാൻ തയ്യാറാകാതെ ഇഞ്ചോടിഞ്ചുള്ള പോരാട്ടമായിരുന്നു ജെൻസിന്റെ മ്യൂസിക്കൽ ചെയർ. പുരുഷന്മാരുടെ കസേരകളുടെ ഫൈനൽ ഓൾറെഡി നമ്മൾ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു.
ലേഡീസിൻ്റെയും ജെൻസിൻ്റെയും ഒക്കെ എല്ലാവരുടെയും കസേരകളിൽ സമ്മാനദാനം കഴിഞ്ഞിട്ടും നമ്മുടെ ഡാൻസേഴ്സിൻ്റെ, ചിയർ ഗേൾസിൻ്റെ ഡാൻസ് പല ഫോർമാറ്റിൽ തുടരുന്നുണ്ടായിരുന്നു. നവരാത്രി കഴിഞ്ഞെങ്കിലും ഡാണ്ടിയ മാനിയ ഇതുവരെ തീർന്നിട്ടില്ല. ആക്ടിവിറ്റീസ് ഒക്കെ ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ടായിരുന്നെങ്കിലും ഞാനോർത്തു നമുക്ക് നാട്ടിൽ പോയിട്ട് വന്ന ഒരു ഫീലിങ്സ് ഒക്കെ പോലെ ആയതുകൊണ്ട് നമ്മളൊന്ന് ചുറ്റിക്കറങ്ങിയൊക്കെ ഒന്ന് നടന്ന് നോക്കിയിട്ട് വരാം. നമ്മുടെ നാട്ടിലത്തെ വീട് പോലൊരു വീടാണ് അത്. നമുക്ക് ഫാമിലിയായിട്ടൊക്കെ താമസിക്കാൻ വരുന്നവർക്ക് പറ്റിയ സ്ഥലമാണത്. പിന്നെ നമ്മുടെ നാട്ടിലത്തെ മരങ്ങളാണല്ലോ ഇവിടെ ഉള്ളത്. പുളി, പ്ലാവ്, മാവ്, മുരിങ്ങ, ഒരുപാട് സപ്പോർട്ട. നമ്മുടെ ചിക്കുവിൻ്റെ തോട്ടം, ചിക്കു ഉണ്ടായിരുന്നു. ഇതൊക്കെ പിന്നെ ഇവിടുത്തെ നല്ല നല്ല കുറച്ച് കാഴ്ചകളും കൂടെ ഒക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ച് കാണിക്കുന്നതേ ഉള്ളൂ. ഇപ്പം ആർക്കും മുഴുവൻ വീഡിയോ ഒന്നും കാണാൻ സമയം ഉണ്ടാവത്തില്ല. പിന്നീട് എപ്പോഴെങ്കിലും ഒക്കെ കാണാം. ഈ സ്ഥലത്തൊക്കെ പോയതായിരുന്നല്ലോ എന്ന് ഓർത്ത്. സ്വിമ്മിംഗ് പൂളിന്റെ ഒക്കെ വ്യൂ നേരത്തെ അങ്ങ് കാണിച്ചേക്കാന്ന് വിചാരിച്ചു. ഇനിയിപ്പം സ്വിമ്മിംഗ് ആക്ടിവിറ്റീസിന് വരുന്നവരെ വെറുതെ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വിചാരിച്ചു. ലഞ്ചൊക്കെ കഴിഞ്ഞ് വെയിലൊക്കെ ആറി കഴിഞ്ഞിട്ട് സ്വിമ്മിംഗ് പൂള് ആക്ടിവിറ്റി തുടങ്ങുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ കുട്ടികളൊക്കെ അവർ നേരത്തെ ഉച്ച വെയിലോടുകൂടി തന്നെ സ്വിമ്മിംഗ് പൂളിലുണ്ടായിരുന്നു. സ്വിമ്മിംഗ് പൂൾ ആക്ടിവിറ്റി ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ ഗെയിംസ് പ്ലാൻ ചെയ്തിട്ടാണ് പോയത്. പക്ഷേ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും കയറാൻ മടിയാണല്ലോ. സ്വിമ്മിംഗ് പൂളും റെയിൻ ഡാൻസും ഒക്കെ ആയിട്ട് തന്നെ സമയം ഓൾമോസ്റ്റ് കഴിഞ്ഞ് കിട്ടി. പിന്നെ എല്ലാവരും ഫ്രഷായി ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിന് തന്നെ തിരിച്ചു പോരാനുള്ള സമയമൊക്കെ ആയിരുന്നു. ഇനിയും ഇങ്ങനെയുള്ള ഗെറ്റ് ടുഗദറുകളിലും പിക്നിക്കുകളിലും ഒക്കെ പങ്കെടുക്കാമെന്ന പ്രതീക്ഷയോടാണ് എല്ലാവരും തിരിച്ചു പോയത്.